ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, എന്നോട് എന്തിനാ ഇത് ചെയ്തതെന്ന്. രാത്രി ഏറും തോറും നമുക്ക് ഈ ഇതിനകത്ത് ഓരോ അനങ്ങുമ്പം നല്ല ഭയമുണ്ട്. ഒറ്റൊരു പ്രാർത്ഥനയുള്ളായിരുന്നു, ദൈവമേ എന്നെ കൈവിടല്ലേ കൈവിടല്ലേ എന്നുള്ള ഒറ്റൊരു പ്രാർത്ഥന. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലിറങ്ങി മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പുറത്തു വരുന്നത്. അത്തരത്തിൽ ഒരു ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് അടൂർ സ്വദേശിയായ എലിസബത്ത് ബാബുവിന് പറയാനുള്ളത്. മരണത്തെ മുഖാമുഖം കണ്ട ആ സംഭവത്തിൽ നിന്നും രക്ഷപ്പെട്ടതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭാഗ്യം എന്നതിനേക്കാൾ ദൈവാനുഗ്രഹം എന്നാണ് എലിസബത്ത് പറയുന്നത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ 50 അടി ആഴമുള്ള കിണറ്റിൽ വീണ ഇവർ 22 മണിക്കൂറാണ് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടന്നത്. ആ സമയങ്ങളിലെ അനുഭവത്തെക്കുറിച്ച് എലിസബത്ത് തന്നെ പറയും. ഒരു 5 മണി ആറായ സമയത്ത് ഞാൻ പശുവിന് എന്തെങ്കിലും ഒടിച്ചെടുക്കാമെന്ന് പറഞ്ഞ് ആ പറമ്പിലോട്ട് പോകുമായിരുന്നു. പറമ്പിലോട്ട് പോയ സമയത്ത് ആദ്യം ഒരു വലിയൊരു സാധനം അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ എനിക്ക് തോന്നിയത് പോത്താണെന്ന് വിചാരിച്ചു. ഞാൻ ധൈര്യമായിട്ട് വീണ്ടും മുമ്പോട്ട് പോയി. മുമ്പോട്ട് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് പോത്തല്ല, പന്നിയാണെന്ന് മനസ്സിലായി. ആ സമയത്ത് എനിക്ക് പേടി തോന്നിയെങ്കിലും ഞാൻ ധൈര്യം സമ്പാദിക്കാനെ കൊണ്ടൊരു കമ്പെടുക്കാൻ കുനിങ്ങിയ സമയത്ത് ഈ പന്നി വന്ന് എൻ്റെ ഈ തോളിന് വെച്ച് ആ കിണറിന്റെ സൈഡിൽ വെച്ച് അമക്കിയിട്ട് ഇത് വീണ്ടും പുറകോട്ട് മാറിയപ്പോൾ എനിക്ക് തോന്നി ഇതിനെയും വീണ്ടും എന്നെ ഉപദ്രവിക്കാൻ വരുമെന്നും പറഞ്ഞ് ഞാൻ ആ കിണറിന്റെ തിട്ടയിലോട്ട്, നമുക്ക് പരിചയമുള്ള കിണർ തന്നെ, വേറെ അയ്യത്താണെങ്കിലും നമ്മൾ അവിടെ കൃഷിയൊക്കെ ചെയ്താണ്ട് നമുക്കറിയാം. അപ്പൊ ഈ കിണറിന്റെ സൈഡിലോട്ട് കയറി. ആ കിണറിന്റെ അവിടെ ഉപയോഗശൂന്യമായ കിണറായതുകൊണ്ട് നമ്മൾ ഈ പഴയ ജനലും അതും ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഈ ആട്ടിൻകുട്ടികളൊന്നും ചാടാതിരിക്കാൻ. അപ്പൊ നമ്മൾ അവിടോട്ട് കയറി ഇരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പം ഈ പന്നി എന്റെ മുമ്പിൽ തന്നെ വീണ്ടും നിൽക്കുക. അപ്പൊ അത് പോകുന്നില്ല. അപ്പം എനിക്ക് ഭയം ഉണ്ടെങ്കിലും ഞാൻ പിന്നെ ദൂരോട്ട് നോക്കുമ്പോ അടുത്ത് ഒരെണ്ണം കൂടെ വരുക. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇച്ചിരൂടെ ഇങ്ങോട്ട് മാറി നിൽക്കുക. അവിടെ ഈ തടിയൊക്കെ ഇരിക്കുന്നത് എൻ്റെ ഉദ്ദേശം അത് വീഴത്തില്ല എന്നുള്ള ഒരു ധൈര്യമായിരുന്നു. പക്ഷെ ഞാൻ ഒരു സൈഡിൽ ചവിട്ടി ഇച്ചിരൂടെ നീങ്ങി നിൽക്കാമെന്ന് പറഞ്ഞ് ചവിട്ടുന്ന സമയത്ത് അതേപോലെ അങ്ങ് താഴോട്ട് പോയി. താഴെ ചെന്നിട്ട് ഞാൻ പൊങ്ങി വന്നപ്പോ ഞാൻ ആ കിണറിന്റെ ആ അരിഞ്ഞാണത്തിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കാല് നോക്കും. താഴെ നല്ല ചെടിയുണ്ട്. കാല് വെച്ച് നോക്കിയപ്പോ തിട്ട കണ്ടു. ആ തിട്ടയിലോട്ട് ഒരു കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് അവിടെ കിടന്ന് വിളിച്ചൂവിയിട്ട് ഈ കിണറിന് 31 തൊടിയോളം ഉണ്ട്. പിന്നെ അതിന്റെ കുഴിയുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഞാൻ എത്ര ഉച്ചത്തിൽ വിളിച്ചാലും കേക്കത്തില്ല. പക്ഷെ ഞാൻ മാക്സിമം ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നേ ഇല്ല, അവരാരും കേൾക്കുന്നില്ല. വേറെ കുറെ തടിയും അതിന്റെ മണ്ടയിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ടൊന്നും എനിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ വിളിച്ചു പോയി അവിടെ കിടന്നു. പക്ഷെ ആരും കേട്ടില്ല. പിന്നെ രാത്രി ആവുന്തോറും എനിക്ക് ഭയം വന്നു പറഞ്ഞാൽ എല്ലാം കൂടി 22 മണിക്കൂർ ചെലവഴിച്ചു. പിന്നെ രാത്രി ആയപ്പം വീണ്ടും ബാബുചാൻ വർക്ക്ഷോപ്പിൽ നിന്ന് വീട്ടിൽ വന്നപ്പം എന്നെ കാണുന്നില്ല. അപ്പൊ ബാബുചാൻ ഇവിടൊക്കെ എന്നെ പേര് വിളിച്ച് നടന്നു. അപ്പൊ കണ്ടില്ല. പിന്നെ ഞങ്ങളുടെ സമീപവാസികളെല്ലാം ഇവിടെ എല്ലാം ഇങ്ങനെ നടന്നപ്പോഴും കാണുന്നില്ല ഇവര്. പക്ഷെ ഈ ലൈറ്റ് അടിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ ഞാൻ ആ കിണറ്റിൽ കിടന്നുകൊണ്ട് ആ വിടവിൽ കൂടെ കാണുന്നുണ്ട് ഇവര് ലൈറ്റ് അടിക്കുന്നത്. പക്ഷെ ഞാൻ അപ്പോഴും അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, ഇവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം ഇവർക്ക് എന്നെ അന്നേരം രക്ഷിക്കാനും പറ്റുന്നില്ല. പിന്നെ ആ ഒരു രാത്രി മൊത്തം ആ വെള്ളത്തിൽ കഴിയേണ്ടി വന്നു. ദൈവത്തിന്റെ വലിയൊരു കൃപ. അത്ര എന്നുവെച്ചാല് സന്ധ്യ ആവും തോറും എനിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, ക്ഷീണം. പിന്നെ അത്രയും നേരം നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന തണുപ്പ് എല്ലാം ഉണ്ട്. രാത്രി ഏറും തോറും നമുക്ക് ഈ ഇതിനകത്ത് ഓരോ അനങ്ങുമ്പം നല്ല ഭയമുണ്ടെങ്കിലും പിന്നെ നമ്മളൊന്ന് ഒരു ധൈര്യത്തിൽ കിടക്കും. പിന്നെ ഞാൻ ചിന്തിച്ചു, ദൈവമേ ഈ പന്നി വീണ്ടും ഇതിനകത്തോട്ട് വന്ന് ചാടുമോ എന്നൊക്കെ ചിന്തിച്ചു. അപ്പോഴും എനിക്കൊരു ധൈര്യം, ദൈവം അങ്ങനെ എന്നെ കൈവിടത്തില്ല എന്നുള്ള ഒരു ധൈര്യം പിടിച്ചങ്ങ് കിടന്ന് പ്രാർത്ഥിച്ചൊക്കെ അങ്ങ് നിന്നു. ഈ കൈ ഒന്ന് വിട്ടാല് എന്തുവാ പറ്റുന്നൊന്നും അറിയത്തില്ല നമുക്ക്. വീഴുവാണെങ്കിൽ ഞാൻ വീണ്ടും ആ വെള്ളത്തിലോട്ട് തന്നെ വീഴും. വീണ്ടും ആ വെള്ളത്തിലോട്ട് വീഴും. ആ ചെളിക്കകത്തേക്കും പോയി ഇവിടെ തന്നെ നോക്കിയിരിക്കുന്നു. കൂടെ ഫോൺ വിളിക്കുന്നു. ഫോൺ വിളിച്ചിട്ട് അപ്പൊ ഫോൺ വിളിച്ചിട്ടുണ്ട്. അന്നേരം
നമുക്ക് എന്തായാലും ഒരു പിടിയും കിട്ടുന്നത്. എന്തായാലും വെച്ചാൽ എന്തായാലും ഇത്രത്തോളം നേരം വിള കിട്ടുന്ന നേരം വിളത്തിൽ തന്നെ ബാക്കിയുള്ളവരെ കയറിയിരിക്കും. അന്നേരം തന്നെ ഇവിടെ എല്ലാവരും പോയി അങ്ങുഞ്ഞും എല്ലാം നോക്കുന്നു. അന്നേരം ഒരു പിടിയും കിട്ടുന്ന. അടുത്ത ദിവസം ഉച്ചയ്ക്കാണ് കേട്ടെ. പെട്ടെന്ന് നമുക്കൊരു ഇതായിപ്പോയി, ഇങ്ങനെ ഇതായി. പിന്നെ ഉടനെ പിന്നെ ആശുപത്രി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, ഭയങ്കര ഇതായിപ്പോയി. ഞങ്ങളൊക്കെ അതിശയിച്ചു പോയി. ഇങ്ങനെ അത്രയും മണിക്കൂർ കിണറ്റിൽ എങ്ങനെ ഇരുന്നു അല്ലെ എങ്ങനെ നിന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര അതിശയം. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ സമയം കഴിഞ്ഞു. സമയം എത്രയെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. കുറേ സമയം കഴിഞ്ഞപ്പം അവിടെ പുറത്തൂടെ ആൾക്കാരിങ്ങനെ നടക്കുന്ന ശബ്ദം കേൾക്കാം. ഈ വെളിയിൽ നടക്കുന്ന സംഭവം എനിക്ക് നല്ലതായിട്ട് കേൾക്കാവുന്ന. വീണ്ടും അടുത്തോട്ട് വരുന്തോറും റോസ് മാമ എന്തോത്തിന് അങ്ങനെ മാറി നിൽക്കാനാ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ മെമ്പറാണെന്ന് മനസ്സിലായി. ഇവർ രണ്ടുപേരോട് അനക്കം കേൾക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു. ഇങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് അയ്യോ റോസ് മാമയെ നീ സൂസി വിളിക്കുന്ന എനിക്ക് കേൾക്കാം. സൂസി വിളിക്കുന്നത് കേട്ടോണ്ട് ഞാനാന്ന് പറഞ്ഞു. അപ്പൊ ഈ മറ്റവനും പറഞ്ഞു ഞാനാ മുരുകനാന്ന് പറഞ്ഞു. മുരുക ഞാനാടാ, എനിക്ക് ഇച്ചിരി വെള്ളം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വെള്ളം കിട്ടിയാൽ മതിയങ്ങ്. ഞാനാടാ ഇച്ചിരി വെള്ളം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു 15 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഉടനെ ഫയർഫോഴ്സിലും പിന്നെ ഒക്കെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ സേഫാ. എന്നിട്ട് ഫയർഫോഴ്സുകാർ വന്നിട്ട് ആദ്യം അവർ വന്നിട്ട് ഇറങ്ങി താഴെ വന്നു. ഇറങ്ങി വരുമ്പോഴും അവരെന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. ഞാൻ സേഫാണെന്ന് പറഞ്ഞു. അപ്പം സാറേ ഞാൻ സേഫാന്ന് പറയുമ്പോ ഇവര് എന്നോട് ചിരിച്ചോണ്ട് ചോദിക്കാം അപ്പൊ ഞങ്ങൾ സേഫായിട്ട് ഇറങ്ങി വരാനാണോ വിളിക്കുന്നത്. അപ്പൊക്കെ എനിക്ക് വിഷമവും ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇവര് താഴെ ഇറങ്ങി എന്റെ അടുക്ക വന്ന് നിന്നിട്ട് ഇവര് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ കൈ ഒന്ന് വിടണം. ഞാൻ സാറിന്റെ ദേഹത്ത് കൈ വെച്ചോട്ടെ. സാർ പറഞ്ഞു ധൈര്യമായിട്ട് വെച്ചോളാൻ പറഞ്ഞു, തോളയിലോട്ട് വെച്ചോളാൻ പറഞ്ഞു. ഈ വലത്തെ കൈ സാറിന്റെ തോളെ വീണപ്പോ സാർ പറഞ്ഞു ശരിയാവത്തില്ല, മറ്റേ കൈ എടുത്തിടാൻ. അപ്പോഴത്തേനും എന്നെ വിറയ്ക്കുവോ എന്താ ഈ ദേഹത്ത് വെക്കുമ്പോ ഈ ഫ്രീസറിലൊക്കെ നമ്മൾ കോഴിയൊക്കെ വെച്ച് കഴിയുമ്പോ എങ്ങനെയാ പൊങ്ങി ഇരിക്കുമല്ലോ, അതേ അവസ്ഥ. അപ്പം സാർ പറഞ്ഞു ഒരാളോട് ഇറങ്ങി വരാൻ പറഞ്ഞു. പിന്നെ 2 പേര് ഇറങ്ങി വന്നു. കൈയൊക്കെ നല്ലതായിട്ട് തിരുമ്മി ചൂടൊക്കെ തന്ന് എന്നതിന് ശേഷം എന്നെ കരയ്ക്ക് കയറി പകുതി ഈ കയറി വരുമ്പോഴേ ഇവരെന്നോട് സംസാരിക്കുന്നുണ്ട്. മേളിലൊറ്റ എത്താറായപ്പോ ഞാൻ സാറേ എനിക്ക് ഗ്ലാസ് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വിശക്കുവാ. അപ്പൊ മെമ്പർ പറഞ്ഞു ചായയൊക്കെ ഇവിടെ ശരിയായി വെച്ചിട്ടുണ്ട്, റോസ്മാമ കയറി വാ. മേളി വന്ന് ഈ ചായ ഇവറായിന്ന് മേടിച്ച് ഞാൻ ഇച്ചിരി കുടിച്ചു. അത്രയും അറിയാം. പിന്നെ ഓടില്ല. ഒറ്റൊരു പ്രാർത്ഥനയുള്ളായിരുന്നു, ദൈവമേനെ കൈവിടല്ലേ എന്നുള്ള ഒറ്റൊരു പ്രാർത്ഥനയുള്ളായിരുന്നു. ദൈവം കേട്ടു, തീർച്ചയായിട്ടും കേട്ടു. സംഭവം നടന്ന സമയത്ത് ഞങ്ങളുടെ MLA അതായത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ വന്നു. പിന്നെ ജനപ്രതിനിധികൾ എല്ലാവരും വന്നു, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വന്നു, എല്ലാവരും വന്നു. പക്ഷെ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവർക്കും നിവർത്തിയില്ല. ഇതെല്ലാം കൂടെ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് വരുക, അവർക്കും തിരുത്താൻ പറ്റുന്നില്ല. അവര് പറയുന്നത് ഒന്നും പറ്റാത്ത അവസ്ഥയായി, അത്രത്തോളം രൂക്ഷമായെന്നാ അവരും പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു പോംവഴി ചെയ്യാം എന്നൊരു ഇത് പറയുന്നു.